ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിറ്റാക്ട് IT ക്ലബ്. ഞാൻ മുസ്തഫ. എക്സലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സലിൽ ഇനി വർക്ക്ഷീറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. അതായത് വർക്ക് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ വളരെ എളുപ്പത്തിലുള്ള കുറച്ച് ടെക്നിക്സാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഫ്രീസിങ് ആണ്. നമുക്ക് ഇത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. മൗസിൻ്റെ സ്ക്രോൾ വീല് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ കാണാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഡാറ്റകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ ഹെഡിങ് ഇവിടെ നിലനിന്നുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറേയും കൂടി എളുപ്പമാണ്. മുകളിൽ ടൈറ്റിലുള്ള ഇത് ഇവിടെ നിലനിൽക്കണം. ബാക്കിയുള്ള ഭാഗം സ്ക്രോൾ ചെയ്യാൻ എളുപ്പമാകണമെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ ഫ്രീസ് ചെയ്ത് നിർത്താൻ കഴിയും. അതിന് വ്യൂ ടാബിൽ ഫ്രീസ് പാനൽ ഫ്രീസ് ടോപ്പ് റോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ ഫ്രീസ് ആകും. ഇനി നമ്മളിത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലെ ടൈറ്റിൽ അതവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. ടോപ്പ് റോ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള വാല്യൂസൊക്കെ എന്താണ് എന്നും അത് സ്റ്റാറ്റസ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും വർക്ക് ചെയ്യാനും എളുപ്പമാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് റോയും ഫ്രീസ് ചെയ്യാൻ കഴിയും. വ്യൂ ടാബിൽ നിന്നും ഫ്രീസ് പാൻ എന്നതിൽ ഫ്രീസ് ഫസ്റ്റ് കോളം. ആ ഫസ്റ്റ് കോളം ഇവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീസായി ഇനി ഇത് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് ഇതേപോലെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പേര് അവിടെ, അതായത് ഫസ്റ്റ് കോളം അവിടെ ഫ്രീസായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് പ്രിൻറ്റിങ്ങിനൊന്നും ബാധിക്കില്ല. ജസ്റ്റ് നമ്മുടെ കാഴ്ചയെ മാത്രമേ ബാധിക്കൂ, അതായത് വിസിബിലിറ്റിയെ മാത്രമേ ബാധിക്കുകയുള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ വ്യൂ ടാബിൽ തന്നെ ഫ്രീസ് പാനിൽ അൺഫ്രീസ് പാൻ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് ഒഴിവായിട്ടുണ്ട്. ഒന്ന് മാത്രമായിട്ട് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ചെയ്യാം. അതായത് വ്യൂ ടാബിൽ ഫ്രീസ് പാനൽ ഫസ്റ്റ് കോളമാണ് ഫ്രീസ് ചെയ്യുന്നതെങ്കിൽ അത് ഇതേ രീതിയിൽ ഫ്രീസായി നിൽക്കും. ഇതിവിടെ നിൽക്കും. ബാക്കിയുള്ളത് മൂവ് ചെയ്യിക്കാൻ കഴിയും. വ്യൂ ടാബിൽ ഫ്രീസ് പാനൽ അൺഫ്രീസ് പാൻ എന്നടിച്ചാൽ അത് ഒഴിവാകുകയും ചെയ്യും. ഇവിടെ നമുക്ക് 3 കോളവും കുറച്ച് റോകളും കഴിഞ്ഞതിന് ശേഷം ഫ്രീസ് ആകണമെങ്കിൽ, അതായത് ഇതിൻ്റെ മുകൾ ഭാഗവും ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗവും ഫ്രീസായി നിൽക്കണം, ബാക്കിയുള്ളത് സ്ക്രോൾ ആകാവൂ എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ ടാബിൽ ഫ്രീസ് പാനിൽ ഫ്രീസ് പാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ടോപ്പ് റോയും കോളവുമാണ് ഫ്രീസ് ചെയ്തിരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തത് അതായത് D7 എന്ന സെല്ലാണ്. അതിനുശേഷം ഫ്രീസ് പാനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അത് ഫ്രീസ് ആകും. ഇനി ഇവിടെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം അവിടെ ഫ്രീസായി നിന്നു. ഇവിടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇവിടെ ഫ്രീസായി, അതായത് ലെഫ്റ്റിൽ ഈ 3 കോളം ഫ്രീസായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഫ്രീസാക്കി വെച്ചുകൊണ്ട് വർക്കുകൾ ചെയ്യാൻ കഴിയും. അതായത് കമ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമാണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഫ്രീസ് പാനിൽ അൺഫ്രീസ് പാൻ ചെയ്താൽ മതി. ഇത് ഒഴിവാക്കണമെങ്കിൽ ഫ്രീസ് പാനിൽ അൺഫ്രീസ് പാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊന്നാണ് സ്പ്ലിറ്റിങ്. നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ടാബിൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 4 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആ ഭാഗം മാത്രമായിട്ട് സ്ക്രോൾ ആകുന്നുണ്ട്. മുകൾ ഭാഗം വേണമെങ്കിൽ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ വേണമെങ്കിൽ അവിടെ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ ഭാഗം മാത്രമായിട്ട് മൂവ് ആകും. ഇതിൽ വേണമെങ്കിൽ ഇതിൽ മൂവ് ആകും. അതായത് 4 ഭാഗങ്ങളായി 4 ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കാണും. ആ 4 ഭാഗങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാക്കും. ഇനി ഇത് ഒഴിവാക്കണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ 7ാമത്തെ റോ സെലക്ട് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ മുകളിലാണെങ്കിൽ മുകളിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ മാത്രമായിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ ഈ വാല്യൂ താഴെ സ്ക്രോൾ ചെയ്ത് അതുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഇത് ഒഴിവാക്കണമെങ്കിൽ സ്പ്ലിറ്റിങ് ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പ്ലിറ്റ് അടിച്ചാൽ
ഇവിടെ ഈ രീതിയിലാണ് സ്പ്ലിറ്റായിട്ടുള്ളത്. ഇവിടെ സ്പ്ലിറ്റായി, അതുപോലെ തന്നെ ഇവിടെയും സ്പ്ലിറ്റായി. അതായത് ഇതിൻ്റെ ഇടയിൽ സ്പ്ലിറ്റായി രണ്ട് ഭാഗവും കമ്പയർ ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് ഒഴിവാക്കണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സെറ്റ് ചെയ്താൽ മതി. നമ്മൾ സെൻറ്ററിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് സ്പ്ലിറ്റ് അടിക്കണമെങ്കിൽ ഇത് 4 ഭാഗമായിട്ട്, അതായത് മുകൾ ഭാഗം ഇതുപോലെ വർക്ക് ചെയ്യും, താഴെ ഇതുപോലെ വർക്ക് ചെയ്യും. ഇനി ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യും, ഈ സൈഡിലും ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യും, മുകളിലും ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഒരു ഫയലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരേ സമയം കാണാനും അതിൽ വർക്ക് ചെയ്യാനും കഴിയും. അതിന് സ്പ്ലിറ്റിങ് ഉപയോഗിക്കാം. ഇനി ഓട്ടോ ഔട്ട്ലൈൻ ആണ് പറയുന്നത്. ഇവിടെ ഒരു ബഡ്ജറ്റ് പ്രൊജക്ഷൻ ഉണ്ട്. ഇതിൽ ജനുവരി ഫെബ്രുവരി മാസം അവയുടെ ഗ്രോസ് റവന്യൂ അത് ഫസ്റ്റ് ക്വാർട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച്. വീണ്ടും 3 മാസത്തെ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ സെക്കൻഡ് ക്വാർട്ടറിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ 4 ക്വാർട്ടറിലേതായിട്ടുള്ള വാല്യൂസ്, അത് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് റവന്യൂ കാണിച്ചു, അതിൻ്റെ ടോട്ടൽ ഇവിടെ കണ്ടു. അതിന് താഴെയായിട്ട് ഗുഡ്സ് സെയിൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അതും ഇതേ രീതിയിൽ തന്നെ ഓരോ ക്വാർട്ടറിലെയും ആഡ് ചെയ്തു, അതിൻ്റെ ടോട്ടൽ കാണിച്ചു. ഇവിടെ എക്സ്പെൻസുകൾ മുഴുവനായിട്ട് എൻ്റർ ചെയ്തു, അതും ഓരോ ക്വാർട്ടറിലെയും കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടു, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരാളോട് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൊജക്ഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ കാണിക്കണം. അതായത് ഇതിൻ്റെ ടോട്ടൽ എത്ര, അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ക്വാർട്ടറുകളിൽ വന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഗ്രോസ് റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും എക്സ്പെൻസും എത്രയാണ്, ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഓട്ടോ ഔട്ട്ലൈൻ ഉപയോഗിക്കാം. അതിന് ആദ്യം നമ്മൾ ഇക്വേഷനും മറ്റും കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് ആദ്യം പറയാം, പിന്നീട് നമ്മൾ സബ് ടോട്ടൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത് എന്ന് മനസ്സിലാകും. ഇവിടെ വളരെ സിമ്പിളാണ്. ഓരോ മാസത്തെയും വാല്യൂസ് ഇവിടെ എഴുതി, അതിനുശേഷം അത് ഇക്വേഷൻ ഉപയോഗിച്ച് ഫസ്റ്റ് ക്വാർട്ടർ എഴുതി, അതായത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് അവ സം ചെയ്തു, വീണ്ടും ആഡ് ചെയ്തു, വീണ്ടും സം ചെയ്തു, പിന്നെ ഈ 4 ക്വാർട്ടറിലേത്തും ആഡ് ചെയ്തിട്ട് അവസാനം ടോട്ടൽ കണ്ടു. ഇങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതന്നെ റവന്യൂവും ഗുഡ്സ് ഓഫ് സെയിൽസും എക്സ്പെൻസും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി ഓരോന്നായിട്ട് കാണാം. ഔട്ട്ലൈൻ കാണുന്നതാണ് നമ്മൾ പറയുന്നത്. ഇതിന് ഡാറ്റ ടാബിൽ നിന്നും ഗ്രൂപ്പ്സ് എന്നതിൽ, ഔട്ട്ലൈൻ എന്നതിൽ ഗ്രൂപ്പ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോ ഔട്ട്ലൈൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ ഇതേപോലെ കുറച്ച് ബാറുകൾ കാണാം, താഴേക്കും ഇതുപോലെ കാണാം. ഓട്ടോ ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടോട്ടലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ പേജ് തന്നെയാണ്. ഇനി ഇതിൽ ഇവിടെ 3 സ്റ്റെപ്പും ഇവിടെ 4 സ്റ്റെപ്പുമാണ്. ഇവിടെ 3 സ്റ്റെപ്പ് ഓണായി നിൽക്കുന്നുണ്ട്. 3 സ്റ്റെപ്പ് ഓണായി നിൽക്കുന്നതോട് അത് കാണാം. ജസ്റ്റ് രണ്ടാമത് 2 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നുള്ള അത് ഒഴിവാക്കി ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ എന്നുള്ള രീതിയിൽ വന്നു. ഇനി ഫസ്റ്റാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് രീതിയിലുള്ള, അതായത് ഇവിടുന്ന് കോളം ബേസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് അതിൻ്റെ ആൻസറാണുള്ളത്. ഇതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ എന്നുള്ള രീതിയിലും, കംപ്ലീറ്റ് ആണെങ്കിൽ വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്ത് വരും. അതായത് ഇവിടെ ഇത് കൊളാപ്സ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. ഇവിടെ ഇത് ഫസ്റ്റ് ടൈം എക്സ്പാൻഡ് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ കാണുന്നു. പിന്നെ ഇതിൽ ഓരോന്ന്, ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഡീറ്റെയിൽ കാണണം, അപ്പോൾ അത് കാണാം. അത് കൊളാപ്സ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഇത് കാണണം, ഡീറ്റെയിൽ കാണാം. അങ്ങനെ ഓരോന്ന് നമുക്ക് കാണാൻ കഴിയും. ഡാറ്റ എൻട്രി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഒരു സമ്മറി കാണാൻ ഓട്ടോ ഔട്ട്ലൈൻ ഉപയോഗിക്കാം. ഇതേ രീതിയിൽ തന്നെ താഴേക്കും നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ 4 എന്നുള്ളത് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണെങ്കിൽ റവന്യൂ, ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസ് എന്നിവ കാണാം. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും കാണാം. ഇവിടെ 3 ആണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അഡ്വർടൈസിങ്, ഓരോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓരോ എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. 4 ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇവിടെ ഇതേ രീതിയിൽ തന്നെ കൊളാപ്സ് ചെയ്യുക, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഇങ്ങനെ
വളരെ എളുപ്പത്തിൽ സമ്മറൈസ് ചെയ്ത് കാണാൻ നമുക്ക് ഓട്ടോ ഔട്ട്ലൈൻ ഉപയോഗിക്കാം. ഇനി ഇവിടെയുള്ള ഈ ഔട്ട്ലൈൻ ഒഴിവാക്കണമെങ്കിൽ Ctrl 8 ഉപയോഗിച്ചാൽ മതി. Ctrl 8 ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ അതുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യണം. അതായത് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ആദ്യത്തെ രീതിയിൽ കാണണമെങ്കിൽ ഡാറ്റ ടാബിൽ നിന്നും അൺഗ്രൂപ്പിൽ ക്ലിയർ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ചെയ്യാം. നമ്പേഴ്സും അതിൻ്റെ കാൽക്കുലേഷനുമുള്ള ഒരു പേജിൽ അത് സമ്മറൈസ് ചെയ്ത് കാണുന്നതിനാണ് ഓട്ടോ ഔട്ട്ലൈൻ ഉപയോഗിക്കുന്നത്. ഓട്ടോ ഔട്ട്ലൈൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ടാബിൽ നിന്നും ഔട്ട്ലൈൻ എന്നതിൽ ഗ്രൂപ്പ്സ് എന്നതിൽ നിന്നും ഓട്ടോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ Ctrl 8 നേരത്തെ അടിച്ചിരുന്നു. അത് അതായത് ഔട്ട്ലൈൻ്റെ അത് ഒഴിവാക്കാൻ വേണ്ടി Ctrl 8 അടിക്കുമ്പോൾ അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്കിത് കൊളാപ്സ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് സമ്മറൈസ് ചെയ്ത് കാണാം. ഇനി ഇത്രയും വാല്യൂസ് മാത്രം മറ്റൊരു പേജിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് ഇതുപോലെ സെലക്ട് ചെയ്യുക. കോപ്പി ചെയ്യുക. പുതിയ പേജ് സെലക്ട് ചെയ്യുക. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫിറ്റ് ആകും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വാല്യൂസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. നമ്മളതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഓട്ടോ ഔട്ട്ലൈനിൽ ഇവിടെയുള്ള ഈ വാല്യൂസ് മാത്രം നമുക്ക് പോന്നാൽ മതി. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹോം ടാബിൽ പോയിട്ട് ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഗോ ടു സ്പെഷ്യൽ എടുക്കുക. അതിനുശേഷം ഇവിടെ വിസിബിൾ സെൽസ് ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഇനി പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ വാല്യൂ മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓട്ടോ ഫിറ്റ് ആക്കാം. അപ്പോൾ ആ വാല്യൂസ് മാത്രം ഇവിടേക്ക് ഡിസ്പ്ലേ ആയി. സെലക്ഷൻ ഒഴിവാക്കാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നു. ഓട്ടോ ഔട്ട്ലൈൻ ഒഴിവാക്കാൻ ഡാറ്റ ടാബിൽ നിന്നും അൺഗ്രൂപ്പ് എന്നതിൽ ക്ലിയർ ഔട്ട്ലൈന് സെലക്ട് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രീസിങ്, സ്പ്ലിറ്റ് സ്ക്രീന്, ഔട്ട്ലൈൻ എന്നിവയാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.